ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ചു. വയനാട്ടിലേക്കാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ബൈക്കിന് പോകാന്നാ വിചാരിച്ചിരുന്നത്. മഴ ആയപ്പോൾ പിന്നെ കാർ എടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ നിലമ്പൂർ വഴിയാണ് പോകുന്നത്. കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ കാണിക്കാം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം അത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ നിലമ്പൂര് കനോലി സ്പോട്ടിലെത്തി. ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചു. ഇത്ര നേരം വണ്ടി ഓടിച്ചല്ലേ, ഒരു ക്ഷീണം മാറ്റിയിട്ട് ഇങ്ങനെ പോവാൻ വിചാരിച്ചു. ചെക്കന് നല്ല സൈഡായിക്കണം കേട്ടോ. സിബില എവിടെ ഉണ്ട്? സിബില ക്ഷീണിച്ചണം. എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. ഐസ്ക്രീം തിന്നുന്നോ? ഉറങ്ങി നീറ്റിട്ടേ. ഞാൻ വട തിന്നുന്നു, അനു വടയും ചായയും കുടിക്കുന്നു. സിബിലി തമാശ തിന്നുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. നല്ല റോഡാട്ടോ, നല്ല രസമായിരുന്നു ഇതിൽ കൂടി പോരുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് ഞങ്ങൾ പോരാൻ തന്നെ കാരണം ഒരു റീസൺ ഷിബിലിയാണ്, അത് ഞാൻ പറയാം. മറ്റൊരു റീസൺ ഈ ഒരു എന്താ വെച്ചാൽ നിലമ്പൂർ റോഡ് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും നല്ല ഭംഗിയാണ്. അപ്പോൾ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവാന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ പോകുന്നത് അതിലൂടെ. എന്തായാലും നൈസായിരുന്നു. എമർജൻസി എക്സിറ്റ്. കറുത്ത് കെട്ടാനും പറ്റില്ല. പറഞ്ഞ് കുറച്ചേരം പാട്ട് കാണല്ലോ. കുറച്ചേരം പാട്ട് വേണ്ട, വ്യത്യാസം. ഇല്ല, വയനാട് നല്ല മഴയാവുന്ന പറഞ്ഞാലും ഭയങ്കര വെയിലാണല്ലോ. ഓട്ടൊക്കെ ചെയ്യാനും പറ്റില്ലേ? ചായപ്പൊടി തന്നെ ഞങ്ങള് ഏകദേശം എത്താനായിരുന്നു. ഞങ്ങൾ ഒന്നാമത് നിലമ്പൂര് വഴി വരാൻ കാരണം എന്താ വെച്ചാല് ഷിബിലിക്ക് അവിടെ നിലമ്പൂര് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ലോണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൂടെ ഇങ്ങനെ പോകുന്നതാ. എന്തായാലും നല്ല വൈബായിരുന്നു. നല്ല കോടൊക്കെ നിറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ. അജു ഓണായിരുന്നു കേട്ടാ. പാട്ട് പാടിക്കാം. പാട്ട് പാട്. ഞാൻ എനിക്ക് ഇത് വാങ്ങിത്തരാം, വാച്ച്. ഏത് പപ്പടത്തിന്റെ പാട്ട് പാട്. നേർന്ന് പാട്. ഞാൻ എനിക്ക് വാച്ച് വാങ്ങി തരും.
പാട്ടിന്റെ പാട്ട് ഉറക്കനെ പാട്. ഉറക്കനെ പാട്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ പറഞ്ഞ ആ സസ്പെൻസിലേക്ക് എത്താനായത്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി. വെറും 6 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാരും വെയിറ്റ് ചെയ്യാം. അയ്യോ, ഇങ്ങോട്ടാ ഓടും. അതിലൂടെ കാണിക്കണേ. ഇനിയിപ്പോ ചുറ്റി പോണം. എത്ര ഇഞ്ച് ഉണ്ട്? 6 ഇഞ്ച് തന്നെ ഉള്ളു. കുഴപ്പമില്ല. ഇവിടെ ചെന്നിട്ട് കാണിക്കാം എന്താ സംഭവം എന്നൊക്കെ. അപ്പൊ നേരെ ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കേറാം. ഓക്കെ, ഓപ്പൺ അല്ലേ? ചെന്നിട്ട് എന്താ അവസ്ഥ? ആദ്യം കഴിയും ഏകദേശം എല്ലാവരും മനസ്സിലായി. പക്ഷെ എന്താ കഴിക്കാൻ പോകാൻ നമുക്ക് ഇപ്പോൾ കാണാം. അവിടെ ഇരിക്കല്ലേ? എത്ര എണ്ണോ? 690. എന്തിന്? 690 ഞങ്ങൾ ഈ ഇവനായിട്ടൊക്കെയാണ് വന്നിക്കണേ. കണ്ടില്ലേ ഈ സാധനം തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആണ്. എനിക്ക് ഇഷ്ടമായ സാധനം ഇഷ്ടല്ലേ? ഇത് തിന്നൂലേ? ഫുള്ള് തിന്നാട്ടാ. ഇല്ല എന്നാ അജുനെ വണ്ടി കൊണ്ടാക്കിയാളാ. അവന് വേണ്ടല്ലോ. പിന്നെ ഇവിടെ സാധനം ആവുന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ തീരെ നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നല്ല കിടിലൻ ആംബിയൻസ് ഉണ്ട് ഇവിടെ. നല്ല അല്ലേ, ഫ്രഷ് ഫീലുണ്ട്. പുറത്ത് നല്ല മഴക്കാറ്. എന്തായാലും പൊളിച്ചില്ലേ. അപ്പോൾ സാധനം വന്നു കഴിഞ്ഞാൽ ടേബിൾ നിറയിട്ടോ, അപ്പം നോക്കണ്ട. എന്തായാലും നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് സാധനം കിട്ടി. നമ്മളൊരു ഇത് പേടി ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റ വന്നിട്ട് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇതിനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒറ്റ വന്നിട്ട് സാധനം കിട്ടൂല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഒരു ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. കാരണം നമ്മൾ വയനാട് വരുന്ന ഒരുവിധം ഇതിനായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും സാധനം വരട്ടെ അല്ലേ, വെയിറ്റിംഗ് ആണ്. സൂപ്പറായി. കോമഡി ആയതാണ്. അവനെ കളിയാക്കിയാണ് അപ്പൊ സങ്കടം വരെ. നോക്ക
പോത്തുങ്കാൽ ഇതാരും തിന്നല്. അപ്പൊ ഗായ്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ഇതാണ്. നമ്മളൊന്ന് ഒരു പീസ് എടുത്തിട്ട് തിന്നോക്കാം. തിന്നോക്കാം. ഇതൊരു ബിസ്മിന്റെ ആദ്യം തിന്ന് കഴിഞ്ഞിട്ട് പറയാൻ അനു പോത്തുങ്കാല് തിന്നൂല കേട്ടോ. അവൾക്ക് സ്പെഷ്യൽ വയനാടൻ ചിക്കൻ കറിയാണ്. അങ്ങനെയുണ്ട് ചിക്കൻ കറി. ഷിബിലല്ല വെട്ടാട്ടാ, തിരിഞ്ഞു നോക്കണില്ല. അതാ തീർത്ത് സാധനം. കടിക്ക് ഇവിടെ കഴിച്ചോ? ആൾക്കണേ കടിച്ചോ? ഇങ്ങോട്ട് വാ. സാധനം ഇനി ഉണ്ട് ടൈമില് കട്ട് ചെയ്തെടുക്കാണ്ട്. ഒരു ചപ്പാത്തിക്ക് കഴിച്ചാണ്. ചിക്കൻ കറി ഉണ്ട്. എൻ്റെ ചപ്പാത്തി കൂടി പറയണം. അപ്പം അതിന് എത്തി ഒന്നും നോക്കിയില്ല ഗൈസ്. അടുത്ത അജുവിൻ്റെ ദൗത്യമാണ്. അജു ഏറ്റെടുത്തിങ്ങനെ പോത്തുങ്കാല്. അജുസേ വണ്ടിക്ക് എടുക്കണോ? അജ വണ്ടിക്ക് എടുക്കണം. അജെപ്പോഴും നിർത്തിയിട്ടില്ലേ? ഞങ്ങളെല്ലാവരും കൈയാക്കി. മോൻ എപ്പോഴും നോട്ടി പറിച്ചുകൊണ്ടിരിക്കാണ്. മതി നീച്ചാടാ. അപ്പൊ ഗായ്സ് എല്ലാരും കണ്ടല്ലോ അല്ലേ ഞങ്ങൾ എന്തിനാ വന്നത്? അതെ ഗായ്സ്, പോത്തുങ്കാൽ തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടെ വന്നത്. എന്തായാലും കുറച്ച് ദിവസത്തെ ഒരാഗ്രഹമായിരുന്നു. അപ്പം അത് സാധിച്ചു തന്നു. അപ്പം എന്തായാലും
ഇതിന്റെ പറയാനുള്ള എന്താ വെച്ചാല് സാധനം ഇതിലെ സാധനം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ തിന്നിട്ടില്ല. അപ്പൊ ഇവിടുത്തെ എല്ലാ കടയത്തെ ടേസ്റ്റ് എങ്ങനെ അറിയില്ല. പക്ഷെ ഞങ്ങൾ തിന്ന സംഭവം കിട്ടില്ലനായി, നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ പ്രത്യേകിച്ച് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കണ്ടില്ല, ഗീ റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ പൊറോട്ട, നൈസ് പത്തിരി കോമ്പിനേഷൻ. അജോ അജുന്റെ കണ്ടതല്ലേ, അജുനോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവന്റെ തീറ്റ എല്ലാവരും കണ്ടതാണ്. അജിനോട് മാത്രമല്ല ഞങ്ങളോടും. അപ്പൊ ശിവില് ഇങ്ങോട്ട് നോക്കി പറയാ, അവിടെ നിന്ന് അടിപൊളി പറഞ്ഞിട്ട് കാര്യം എടുത്തുക, അടിപൊളി. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം ഇപ്പൊ ഏകദേശം സമയം എത്രയാ അറിയോ? 5:15. ഞങ്ങൾ അങ്ങനെ ചുറ്റി വന്നതുകൊണ്ട് കുറച്ച് അങ്ങനെ ടൈം പോയി. അപ്പൊ സാധനം കിട്ടുകയില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലും മാറ്റി വെച്ചു. അപ്പൊ എന്തായാലും കിട്ടിയപ്പോൾ ഒരു സന്തോഷം, വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞു. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ നേരെ പോവാണ്, നാട്ടിലേക്ക് പോവാണ്. പിന്നെ നാട്ടിലേക്ക് പോകണ പറയും, വീട്ടിലേക്ക് പോകണ പറയും. പിന്നെ ഞങ്ങള് അടുത്തൊരു വീടായിട്ട് വീണ്ടും വരാൻ പറയും. വീണ്ടും വരാം.